ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് വരുന്ന കുറച്ച് PSC മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പം സിലബസ് ബേസ്ഡ് ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടിവിറ്റി ഈസ് ട്രൂ? ഓക്കെ, അപ്പം അതിന് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇറ്റ് ഡിക്രീസസ് വിത്ത് ഡൈല്യൂഷൻ, ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഡൈല്യൂഷൻ, ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് വിത്ത് ഡൈല്യൂഷൻ, ഇറ്റ് ഡിക്രീസസ് ഇനിഷ്യലി ആൻഡ് ദെൻ ഇൻക്രീസസ് വിത്ത് ഡൈല്യൂഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടിവിറ്റി ആയിട്ട് ബേസ് ചെയ്തിട്ട് ട്രൂ ആയിട്ടുള്ളത് ഏതാണെന്നാണ്. നമുക്ക് കണ്ടക്ടിവിറ്റിയെക്കുറിച്ച് അറിയാം. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഡൈല്യൂഷൻ അനുസരിച്ച് ഡിക്രീസ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കണം. ഇവിടെ നമ്മൾ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടിവിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? കണ്ടക്ടിവിറ്റി പെർ മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഒരു മോൾ ഓഫ് ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്ടിവിറ്റിയാണ്. അതെന്ന് പറയുന്നത് എപ്പോഴും ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കണ്ടക്ടിവിറ്റിയാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഡിക്രീസസ് വിത്ത് ഡൈല്യൂഷനാണ്. ഇവിടെ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടിവിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്, അതായത് പെർ മോൾ ഓഫ് ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്ടിവിറ്റിയാണ്. അതെപ്പോഴും ചെയ്യുക? ഇൻക്രീസസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഡൈല്യൂഷൻ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ നേൺസ്റ്റ് ഇക്വേഷൻ ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് EMF ഓഫ് സെല്ല്, കണ്ടക്റ്റൻസ് ഓഫ് സെല്ല്, കണ്ടക്റ്റൻസ് ഓഫ് എ സൊല്യൂഷൻ, മോളാർ കണ്ടക്ടിവിറ്റി ആൻഡ് അയോണിക് മൊബിലിറ്റി. അപ്പം ഇതിൽ ഏത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേൺസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, അപ്പം നേൺസ്റ്റ് ഇക്വേഷൻ ഇലക്ട്രോ കെമിസ്ട്രിക്കകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു സെല്ലിൻ്റെ EMFനെ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുമായിട്ടും ടെമ്പറേച്ചർ പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റിംഗ് സ്പീഷീസ് ഇത്രയായിട്ട് കണക്ട് ചെയ്യുന്ന, അതായത് റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് E=E0 - RT/NF ln Q ആണ്. അതിൽ F എന്ന് പറയുന്നത് ഫാരഡേസ് കോൺസ്റ്റൻ്റ് ആണ്, T ടെമ്പറേച്ചറാണ്, R എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റൻറ്റും, Q റിയാക്ഷൻ കോഷ്യൻറ്റും, E0 സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുമാണ്. അപ്പം E=E0 - RT/NF ln Q ആണ്. അപ്പം ഇത് EMF ആണ്. EMF ഓഫ് ദ സെല്ലാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നേൺസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് EMF ഓഫ് സെല്ലാണ്. ദ നേൺസ്റ്റ് ഇക്വേഷൻ ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് EMF ഓഫ് സെല്ല്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി? മോളാർ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ലാംഡ എം കണ്ടുപിടിക്കേണ്ട ഫോർമുല K/C ആണ്. K എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി, C എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ. കണ്ടക്ടിവിറ്റിയുടെ Kയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് സീമെൻസ് മീറ്റർ ഇൻവേഴ്സ് ആണ്. അതേപോലെ കോൺസെൻട്രേഷൻ്റെത് മോൾ മീറ്റർ റേസ്ഡ് -3 ആണ്. ഓക്കെ, അപ്പം ലാംഡ എം K/C ആണല്ലോ. അപ്പം സീമെൻസ് മീറ്റർ ഇൻവേഴ്സ് ഡിവൈഡ് ബൈ മോൾ മീറ്റർ റേസ്ഡ് -3 എന്ന് വരും. അപ്പം അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് സീമെൻ മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ആണ്. ഓക്കെ, അപ്പം ഈ ഓപ്ഷനകത്ത് ഓപ്ഷൻ C ആണ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി? സീമെൻസ് മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ആണ് അതിൻ്റെ യൂണിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലോ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്? വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലോ ഇതിലേതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫാരഡേസ് ലോ തന്നിട്ടുണ്ട്, കോൾറാഷസ് ലോ, ഡിബൈ-ഹക്കൽ, നേൺസ്റ്റ് ഇക്വേഷൻ. ഇതിൽ കോൾറാഷസ് ലോ ആണ് ആൻസർ. അപ്പം കോൾറാഷസ് ലോ എന്താണെന്ന് നോക്കാം. കോൾറാഷസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ദ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് ദ സം ഓഫ് ദി കോൺട്രിബ്യൂഷൻസ് ഓഫ് ഇറ്റ്സ് ഇൻഡിവിജ്വൽ വൺ. അതായത് ഇൻഫിനിറ്റ് ഡൈല്യൂഷനിൽ ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അതിൽ ഇൻഡിവിജ്വൽ അയോൺസിൻ്റെ കോൺട്രിബ്യൂഷൻസിൻ്റെ സമ്മാണ്. അപ്പം ഈ ലോയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കോൾറാഷസ് ലോ നമ്മൾ കൂടുതലായിട്ട് പർട്ടിക്കുലർലി യൂസ് ചെയ്യുന്നത് വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി ഡിറ്റർമിൻ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ആൻസർ കോൾറാഷസ് ലോ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ദ ചാർജ് ക്യാരിഡ് ബൈ 1 മോൾ ഓഫ് ഇലക്ട്രോൺസ്? 1 മോൾ ഓഫ് ഇലക്ട്രോൺസ് ക്യാരി ചെയ്യുന്ന ചാർജ് എത്രയാണ്? അപ്പം ഈ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഫാരഡേസ് കോൺസ്റ്റൻറ്റിൻ്റെ ഡെഫിനിഷനാണ്. വാട്ട് ഈസ് ദ ചാർജ് ക്യാരിഡ് ബൈ 1 മോൾ ഓഫ് ഇലക്ട്രോൺ? ചാർജ് ക്യാരിഡ് ബൈ 1 മോൾ ഓഫ് ഇലക്ട്രോണിനെയാണ് നമ്മൾ പറയുന്നത്? ഫാരഡേ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഫാരഡേ കോൺസ്റ്റൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അപ്രോക്സിമേറ്റ്ലി വെച്ചിട്ടുള്ളത് 96485 കൂളം ആണ്. അപ്പം അത് നമ്മൾ ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ B 96485 കൂളംസ്. അപ്പം അതാണ് ഇതിൻ്റെ ആൻസർ, ഓപ്ഷൻ B. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് 1 ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റി ഡെപ്പോസിറ്റ്സ്
1 gram equivalent of the substance, 1 gram of the substance, 1 mole of the substance, 1 atom of the substance. ഓക്കെ, ഇപ്പോൾ ഫാരഡേസ് ഫസ്റ്റ് ലോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ്. അതായത് എത്ര ഇലക്ട്രിസിറ്റിയാണോ പാസ് ചെയ്യുന്നത് അതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അപ്പം ഇവിടെ 1 ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റിയാണ് പാസ് ചെയ്തിട്ടുള്ളത്. അപ്പം 1 gram ഈക്വലൻ്റ് ഓഫ് ദ സബ്സ്റ്റൻ്റ് ആയിരിക്കും ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1 gram ഈക്വലൻ്റ് ഓഫ് ദി സബ്സ്റ്റൻസ് ആണ് എൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ? Determining pH of a solution, determining the equivalence point in redox titration, determining solubility product, all of the above. അപ്പം ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന മൂന്നും എന്താണ്? പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷനകത്ത് വരുന്നതാണ് ഇത് മൂന്നും. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ.